സ്വർഗലോകത്ത് അല്ലാഹു തആല ആസിയ ബീവിയുടെ മുന്നിൽ തന്നെ ആ സ്വർഗത്തിന്റെ വീട് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടാണ് ആസിയ ബീവി ചിരിച്ചത്. ആ ചിരിയാണ് ഫറോവയെ പോലും അത്ഭുതപ്പെടുത്തിയത്. ഒരു കാഫിറിന്റെ 2 തുള്ളി ഇന്ദ്രിയത്തിന് വേണ്ടിയാണ് ഇസ്ലാമിക ആദർശത്തെ പണയപ്പെടുത്തിയിട്ട് ഈ മുസ്ലിം പെണ്ണൊളിച്ചോടുന്നതെങ്കിൽ എൻ്റെ പൊന്നുമോളെ, അള്ളാഹു നിന്നെ വെറുതെ വിടുകയില്ല മോളെ. വാപ്പായെ വഞ്ചിച്ചതിൻ്റെ പേരിൽ, ഉമ്മയെ വഞ്ചിച്ചതിൻ്റെ പേരിൽ, ഈ ഇസ്ലാമിക ആദർശം പണയപ്പെടുത്തിയതിൻ്റെ പേരിൽ, ഈ ആയിരക്കണക്കായ മുസ്ലിം ഉമ്മത്തിനെ നാണം കെടുത്തിയതിൻ്റെ പേരിൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ചീഞ്ഞഴുകിയവളായി ഈ ദുനിയാവിൽ നിന്നെ ഒരു പാഠം പഠിപ്പിക്കാതെ അള്ളാഹു നിന്നെ ആഖിറത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. ആഖിറത്തിലെത്തിയാലോ മക്തൂബൻ ബൈന ഐനൈഹാ ആസിയത്തം മിൻ റഹ്മത്തില്ലാ, നാളെ നിന്റെ നെറ്റിത്തടത്തിൽ രേഖപ്പെടുത്തപ്പെടും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിഷിദ്ധമാക്കപ്പെട്ടവളാണ്, വിദൂരമാക്കപ്പെട്ടവളാണ്. നാളെ അങ്ങനെയാണ് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക എന്ന് ലോകത്തിന്റെ മുത്തു പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ മറികടന്നുകൊണ്ടല്ലേ എൻ്റെ മുസ്ലിം പെണ്ണേ നീ അന്യ മതക്കാരനോടൊപ്പം ഒളിച്ചോടുന്നത്? ഒരു 10 മിനിറ്റ് സമയം ഒളിച്ചോടുന്നതിന് മുമ്പ് ഇരുന്നൊന്ന് ചിന്തിച്ചിട്ട് ചാടിക്കോ. അല്ലാഹുവേ, എൻ്റെ ഉപ്പയെ വഞ്ചിച്ചിട്ട് ഞാൻ പോയാൽ, എൻ്റെ ഉമ്മയെ വഞ്ചിച്ചിട്ട് ഞാൻ പോയാൽ, എൻ്റെ ആങ്ങളമാരെ വഞ്ചിച്ചിട്ട് പോയാൽ, എൻ്റെ കുഞ്ഞനുജത്തിയെ വഞ്ചിച്ചിട്ട് പോയാൽ, എൻ്റെ മഹല്ല് നിവാസികളെ ഞാൻ വഞ്ചിച്ചിട്ട് പോയാൽ, മദ്രസയിൽ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന എൻ്റെ ഉസ്താദന്മാരെ വഞ്ചിച്ചിട്ട് പോയാൽ എൻ്റെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കും അല്ലാ? എനിക്കത് നഷ്ടമായിരിക്കും അല്ലാ. ഇല്ല പടച്ചവനേ, ഇല്ല പടച്ചവനേ, വേണ്ട അല്ലാ. എൻ്റെ അവിവേകം നീ പുറത്തുതാ പടച്ചവനെ, എൻ്റെ അതിബുദ്ധി നീ മാപ്പാക്കണേ പടച്ചവനെ. സ്വന്തം ഉപ്പാന്റെ ഉമ്മാന്റെ അരികിലേക്ക് വന്ന് കാലിൽ വീണ് മാപ്പ് ചോദിക്കടി പെണ്ണേ, എങ്കിൽ അല്ലാഹു നിനക്ക് മഗ്ഫിറത്ത് ചെയ്യും. ഇല്ലെങ്കിൽ നിന്റെ തലയിൽ തീയാണ് വീഴുന്നത്. അത് ദുനിയാവിൽ വെച്ച് അനുഭവിച്ചിട്ടേ നീ മരിക്കുകയുള്ളൂ, യാതൊരു സംശയവുമില്ല. മാതാപിതാക്കളെ മാത്രമല്ല, ഇസ്ലാമിനെ കൂടിയാണ് നീ വഞ്ചിക്കുന്നതെന്ന് ആര്യം ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ് 2ാമത്തെ വരിയിൽ കൈവച്ചിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞത്, സ്വർഗത്തിലെ 2ാമത്തെ പെണ്ണ് ആസിയത്തു ബിന്ത് മുസാഹിം ഇംറഅത്തു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായ മുസാഹിമിന്റെ മകളായ ആസിയ ബീവി സ്വർഗത്തിലാണ്. ആ ഒരു പദവി വേണോ? ആ ഒരു പദവി വേണോ? നീ കെട്ടിക്കാൻ പ്രായമായോ? നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലേ? പിടിച്ചിരിക്കാൻ കഴിയുന്നില്ലേ? ആക്രാന്തം മൂത്തോ? വാപ്പയോട് പറ എന്നെ കെട്ടിച്ചുവിടാൻ പറ. നടക്കുന്നില്ലേ? സംഘാടകരോട് പറ എന്റെ വാപ്പാക്ക് എന്നെ കെട്ടിച്ചുവിടാൻ കഴിവൊന്നുമില്ല, എനിക്ക് എന്നെ കല്യാണം കഴിപ്പിക്കണം, എനിക്ക് 18 വയസ്സായി, ഞാൻ തെറ്റിലേക്ക് പോകും ഉറപ്പാണ്, നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? വന്ന് പറ. ഇൻഷാ അല്ലാഹ് അവർ ഏറ്റെടുക്കും, തീർച്ചയായിട്ടും ഏറ്റെടുക്കും. സമ്പത്തില്ല എന്നതിന്റെ പേരിൽ നീ ഒളിച്ചോടണ്ട. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം 72ഓളം പെണ്ണുങ്ങളെ ഈ മണ്ണിൽ നിന്ന് കല്യാണം കഴിപ്പിച്ചത്. ഒരു വലിയ ഭാഗ്യമാണ്. ഈ വർഷത്തെ കൂടെ ചേർത്തിട്ട് ഒരു വലിയ ഭാഗ്യല്ലേ? നിങ്ങളുടെ കണ്ണുനീരൊപ്പാൻ അവരെ തയ്യാറായി വരുമ്പോൾ എന്തിനാണ് ഈ ആദർശത്തെ പണയപ്പെടുത്തുന്നത്? എന്തിന്റെ പേരിലാണ്? അതുകൊണ്ട് എന്ത് നേട്ടം? എന്ത് നേട്ടം? 2 തുള്ളി ഇന്ദ്രിയം, ആർക്കും വേണ്ടാത്ത ചീഞ്ഞഴിഞ്ഞ വാളെടുക്കുന്ന നാറ്റം പിടിക്കുന്ന സാധനം. ഇതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ശരീഅത്തിന്റെ നിയമത്തെ മുഴുവനും ചവിട്ടി തേച്ചിട്ട് ഈ മുസ്ലിം പെണ്ണൊളിച്ചോടി പോകുന്നത്. ഇപ്പോ ആർക്കൂടെ ഇഷ്ടം? ആസിയ ബീവിയെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ സ്വർഗത്തിലാണ്. സ്വർഗം കണ്ടിട്ട് മരിച്ചു. റോഹിംഗ്യയിലെ പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യപ്പെട്ട് അറുത്തുമുറിച്ച് മീൻ മുറിക്കുന്ന പോലെ അറുത്തുമുറിച്ചിട്ട് പോലും അവരുടെ നാവിൽ നിന്ന് വന്ന് അള്ളാഹ് എന്നാണ് അവർ പറഞ്ഞ വാക്ക്. നീ ബുദ്ധമതക്കാരനാവോ, ബുദ്ധമതക്കാരിയാവോ? ഇല്ല, അല്ലാ അല്ലാ അല്ലാ, അതല്ലാതെ അവർക്കൊന്നും പറയാറിയില്ല. ആ വാക്കോടുകൂടിയാണ് അവർ മരിച്ചത്. തീർച്ച നാളെ ആസിയ ബീവിയുടെ പോലെ സ്വർഗത്തിലാണ്, യാതൊരു സംശയമില്ല. ആ ആദർശം പോലെ നിനക്കില്ലാതെ പോയല്ലോ. എന്നാ പണ്ടാരെ ഒളിച്ചോടി പോയ മുസ്ലിം ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടി പോകും. ഇത് നല്ല നല്ല സുന്ദരി പെണ്ണുങ്ങൾ ഒളിച്ചോടി പോകുന്ന തുരുമ്പ് പിടിച്ച മൽകാട് പിടിച്ചവന്മാരെ പോലുള്ള സാധനം. ഒരു കാശിന് കാണാൻ കൊള്ളൂല്ലപ്പാ ഈ സാധനങ്ങളൊക്കെ. അവിടെയും തള്ളി ഇവിടെയും തള്ളി കണ്ണും തള്ളി അവിടേക്ക് ഈ സാധനത്തിനെ കണ്ടാൽ തന്നെ എന്തിഷാറാവോ പോലും ഇല്ല. ഇതിൻ്റെ കൂടെ ഈ ഒളിച്ചോടി പോണൊക്കെ ഇവിടെ എന്ത് കണ്ടിട്ടായി പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ സംഭവം. പിടിച്ചാൽ നല്ല സാധനങ്ങളുടെ കൂടെ എത്രയോ നല്ലവന്മാരുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ നല്ല കുണ്ടന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അമ്മമാരുടെ കൂടെ പോകില്ല, അവരുടെ പോവാതെ ഈ ഈ പിന്നെ സാധനത്തിൻ്റെ കൂടെ കളിച്ചു. നമ്മൾ ഫോട്ടോയിൽ കാണുന്ന മൊത്തം അങ്ങനെ തന്നെ ഇല്ല ഉസ്താദേ. ഫോട്ടോയിൽ കാണുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്. എന്താ ഇതിനകത്ത് ഇത്ര വലിയ ടേസ്റ്റ് ഇരിക്കുന്ന? ഒരു പെണ്ണായിരുന്നെങ്കിൽ ഒന്ന് രുചി നോക്കാറുണ്ട് എന്താ സംഭവം എന്നുള്ളത്.
ഇതിനും വേണ്ടി എന്താ ഇത്രയും സാധനം എന്നറിയില്ല. ഇസ്ലാമിനെ നാണം കെടുത്തി, ആലിമ്യങ്ങളെ നാണം കെടുത്തി, ദീനിനെ നാണം കെടുത്തി, ഉമ്മയെ കോടതിയിൽ പോയിട്ട് പറയുക, എൻ്റെ ഉപ്പയോട് പോകണോ ശശിയോട് കൂടി പോകണോ? ഓ എനിക്ക് ശശിയോട് കൂടെ പോയാൽ മതി. നീ ശശിയാവും എത്രയും പെട്ടെന്ന്, നീ ശശിയാവും, താമസം പിന്നെ നീ ശശിയാവും അല്ലേ? ഉപ്പയും വേണ്ട ഉമ്മയും വേണ്ട. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ കാര്യമല്ലേ? ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. അത് യാഥാർത്ഥ്യമാകാതെ ഈ ലോകം അസ്തമിക്കുകയേ ഇല്ല. ലാ തഖൂമുസ്സാ ഹത്താ തൽഹിഖ ഫിആമും മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഉമ്മത്തികളിൽപ്പെട്ട ഒരു വിഭാഗം മുശ്രിക്കീങ്ങളാവാതെ ലോകം അസ്തമിക്കുകയില്ല. മറ്റൊരു റിവായത്തിൽ കാണാം, ഹത്താ തഅബുദ നിസാ ഉമ്മതി അൽ ഔസാൻ ഔ കമാ ഖാല അലൈഹിസ്സലാം അൽയാത നിസാ ഉമ്മതി അൽ ഔസാൻ. എൻ്റെ ഉമ്മത്തികളായ സഹോദരിമാർ പെണ്ണുങ്ങളുടെ പൃഷ്ഠഭാഗം ബിംബത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ആശയം മനസ്സിലായില്ല? ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. മുസ്ലിം പെൺകുട്ടികൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് മറ്റേൻ്റെ മുന്നിൽ പോയിരുന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് വരച്ചിട്ട് ഇങ്ങോട്ടാക്കിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് വാപ്പ കഴിച്ചു കൊടുക്കും, പിന്നെ ഉമ്മ കഴിച്ചു കൊടുക്കും. ശൈത്താൻ, നീ മാരകമായ രോഗം പിടിച്ചേ ചാവുള്ളൂ ഇൻഷാ അല്ലാഹ്, യാതൊരു സംശയമില്ല. അഴുകും കിടന്ന് പുഴുവരിക്കും. അവന്മാർ കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്തുകൊണ്ട് റെയിൽവേ ട്രാക്കി ഇടും. പട്ടി കടിച്ച് കീറും, തന്നെ പട്ടി കടിച്ച് കീറും. അതിലേ കൂടെ വാപ്പ പോയാൽ പോലും തുപ്പിക്കളയും. നിന്നെ എനിക്ക് വേണ്ട, വാപ്പ പോലും തുപ്പിക്കളയും. മയ്യത്ത് സ്കരിക്കാൻ ഭാഗ്യമില്ല, മയ്യത്ത് കുളിപ്പിക്കാൻ ഭാഗ്യമില്ല, മയ്യത്ത് പൊതിയാൻ ഭാഗ്യമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു മഗ്ഫിർ ലഹാ, പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് പറയാൻ ഒരു മനുഷ്യൻ ഈ ഭൂലോകത്തുണ്ടാവുകയില്ല. പന്നിയേക്കാൾ നികൃഷ്ടയായിട്ട് ചാവും. നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. സമയായോ? 11:30 ഇനി എത്ര മണിയാ? സുബഹി വരെ ഉണ്ടോ സമയം? ഉള്ള നല്ല ആൾക്കാർ തന്നെ. 2 വരെയായി, 2 വര. അപ്പം 2ാമത്തെ വരെ മനസ്സിലായില്ലേ? ഇനി ആരെങ്കിലുമൊക്കെ ഒളിച്ചോടാൻ നിയത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് ഒളിച്ചോടിക്കോ കേട്ടോ. ഇത് മനസ്സിലാക്കിയിട്ട് ഒളിച്ചോടിക്കോ ഇൻഷാ അല്ലാഹ്. ഞാൻ ഈ ഒളിച്ചോടുന്ന പെണ്ണുങ്ങൾക്ക് നല്ല ദുആ ഇറക്കുന്നുണ്ട്. എന്തിനാ അറിയാമോ? ഒന്നീ ഇസ്ലാമിലേക്ക് ഇല്ലെങ്കിൽ നീ പുഴുത്ത് ചാവും, ഉറപ്പാ, യാതൊരു സംശയമില്ല. എന്തേ ഉറപ്പ് തന്നെയല്ല. കാരണം നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. നമ്മുടെ ഈ ഉമ്മത്ത് എന്ത് കണ്ടിട്ടായി ഒളിച്ചോടുന്നത്, എന്ത് കണ്ടേ ഒളിച്ചോടുന്നത് മനസ്സിലാകുന്നില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അല്ല പൂവമ്പഴം പോലുള്ള സാധനങ്ങളായി പോകുന്നത്. ഇവിടെ പ്രസംഗിച്ച് ഖുർആനും തീർന്ന് ഹദീസും തീർന്നു, ഇനിയൊന്നും പ്രസംഗിക്കാനില്ല. എന്നിട്ട് ഓട്ടത്തിന് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല. ഞാൻ മാഹിയിൽ ഇപ്പോൾ അടുത്ത ആഴ്ച പ്രസംഗിക്കാൻ പോകാം. മാഹി തലശ്ശേരി, അവിടെയാണ് ഉള്ളത്. 5 എണ്ണം അവിടെ നിന്ന് ഒളിച്ചോടിയെന്ന്. ഇനി 7 എണ്ണം കട്ടപ്പുറത്തിരിക്കുക ചാടാൻ വേണ്ടിയിട്ട്. എന്നെ വാതിന് വിളിച്ചേക്കുകയാണ്, ഉസ്താദ് എങ്ങനെയെങ്കിലും ദയവ് ചെയ്ത് എന്നെ ഇപ്പുറത്തോട്ടാക്കി തരും. എന്താ സംഭവം? നമ്മുടെ കൂടെ അങ്ങനെ ഒളിച്ചോടും അതുമില്ല, നമ്മളോട് അവരില്ലല്ലോ സംഭവം. നമ്മളെ കണ്ട ഭയങ്കര അതബ് മര്യാദ എല്ലാം മൂടിങ്ങ നടക്കും, പൂത നടക്കുന്ന പോലെ. മറ്റേൻ്റെ മുന്നിൽ അവിടെ ഇല്ല ഇവിടെ ഇല്ല ഒന്നുമില്ല, എല്ലാം തുറന്ന് ഇതെന്താ ഞങ്ങൾ മലക്ക, അവന് മനുഷ്യരാ? നമ്മൾ മലക്കളാ? അള്ളാഹ് നമ്മളെ സഹായിക്കാൻ ചെയ്യുന്ന പണിയാണ്. ഇവളെങ്ങാനും കണ്ട് നമ്മൾ ഇനി ലൈനടിച്ച് അടങ്ങാറാവാതിരിക്കാൻ വേണ്ടി നമ്മളെ കാണിക്കുമ്പോൾ മലക്ക് ഓടി വന്നിട്ട് അവളെ കൊണ്ടെല്ലാം അങ്ങ് മൂടിക്കും. അപ്പം നമ്മളും മിണ്ടാടകം, നമ്മൾ രക്ഷപ്പെട്ടു. ഇനി അല്ല നമ്മുടെ മുന്നിലെങ്ങാനും ജിമിക്ക് എന്ന് പറഞ്ഞിങ്ങനെ വന്നാ നമ്മൾ തീർന്നു. മൊയിലാരും നിസ്കാരവും പോയി ഇബാദത്തും പോയി അള്ളാഹു അക്ബർ കൈകെട്ടിയാൽ പിന്നെ ജിമിക്ക് തന്നെയല്ല ഓർമ്മ വരുള്ളൂ. കാരണം ഈ സാധനം കാണാൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഈ ചിന്ത പോകില്ല. അത് അങ്ങനത്തെ ഒരു സാധനം. ഖുർആൻ്റെ ഒരു ആയത്ത് പറഞ്ഞാൽ പെട്ടെന്ന് മറക്കും. ഈ ഒരു സാധനത്തെ കണ്ട 9 വർഷമായാലും മറക്കൂല സംഭവം. ഇല്ല അബീബേ, ആന്ന് പറയാൻ പറ്റൂലല്ലോ ഉസ്താദിന്, അതേന്ന് പറയാൻ പറ്റൂല. അതാണ് സംഭവം. അൽഹംദുലില്ലാഹ്. അപ്പൊ 2ാമത്തെ വരയിൽ കൈവച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കതാണ്. ഞാനിപ്പോൾ ഇവിടെ വിളിച്ചോടുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല, എല്ലാ സ്ഥലത്തും ഉള്ളത് കൊണ്ട് പറഞ്ഞത് കേട്ടോ. ഇവിടെയും കാണാതിരിക്കൊന്നുമില്ല. എന്തായാലും ഈ വിരുവിരുത്ത സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സംഭവം. അതുകൊണ്ട് മനസ്സിലാക്കിയ കൊള്ളാം. വാളിന് വരുന്നത് കിളവിമാരപ്പാ വാളിന് വരുന്നത്. ചെറുപ്പക്കാരികൾ എവിടെ വാളിന് വരുന്നത്? എവിടെ വാളിന് വരുന്നത്? ചില ചെറുപ്പക്കാരികൾ കിളവികളാണ് വരുന്നത്. ഇവരിനി എന്ത് വാള് വെക്കാൻ വയസ്സാം കാലത്ത്? അവർ തസ്ബീഹ് ചൊല്ലി പുരക്കിരിക്കാനല്ലേ, വീട്ടിരിക്കല്ലേ? ചെറുപ്പക്കാരന്മാരും ചെറുപ്പക്കാരികളും വാളിന് വരണം. എവിടെ വരുന്നു? ഇന്ന് പോകുമ്പോൾ നോക്ക് എത്ര പേരുണ്ടെന്ന്.
ഒന്ന് 4-5 മക്കളുള്ള തള്ളയായിരിക്കും, അല്ലെങ്കിൽ 3 മക്കൾ, അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കും. അല്ലാതെ ചെറുപ്പക്കാരുകൾ എത്ര പേരുണ്ട്? 7%, 8% കാണുള്ളൂ. അല്ല ഇപ്പം ചാറ്റിങ്ങില്ല പുരയിൽ വീട്ടിലിരുന്നിട്ട്. പെണ്ണെ നമുക്ക് അതിൻ്റെ പാദം വിളിച്ചാൽ പരീക്ഷ ഉമ്മയ്ക്ക് അറിയില്ല പരീക്ഷ എന്നുള്ള കാര്യം, ടെസ്റ്റൊക്കെ നടക്കാൻ ഒരുപാട് പഠിക്കാനുണ്ട്, വലിയ 10-12 മണി എന്നെ കൊണ്ട് പറ്റും, എനിക്ക് ഉറക്കൊഴിക്കാൻ പിന്നെ തോറ്റിട്ട് വന്ന് എന്നെ ഇങ്ങനെയൊന്നും പറയരുത്. ഇടയ്ക്ക് ഉമ്മ ഒന്ന് മൂത്രമൊഴിക്കാൻ പറയും, വീട്ടിലൊന്ന് പോയി നോക്ക്. അവളിപ്പോൾ ഏത് ടെസ്റ്റാണ് നടത്തുന്നതെന്ന് അറിയാം. വിനോലിൻ വെച്ചിട്ട് ടെസ്റ്റ് നടത്തുമായിരിക്കും. ഏത് ടെസ്റ്റ് നടത്തുമെന്നുള്ളതേ അന്നേരം അറിയാം. നെഗറ്റീവ് വന്ന പോസിറ്റീവ് വന്ന് ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുക. വാതിന് വരുവാന്ന് എൻ്റെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് വരണം. ഇല്ലെങ്കിൽ നിങ്ങൾ വാള് കേൾക്കണ്ട, വല്ലാഹി സത്യം കേൾക്കണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി. ലൈവ് നാളെ മുതൽ കാണാം. ഇന്ന് ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കട്ടാക്കിച്ചത്. ഇതൊക്കെ ഇനി വല്ലവരും കേട്ടിട്ട് എന്നെ എങ്ങാണ് ഹൽക്ക് പിടിച്ച് ഞങ്ങളും വല്ലതും വരുമോ? എനിക്കെന്നെ പ്രശ്നമൊന്നുമില്ല. അള്ളാഹ് എന്നെ വലിയ അള്ളാഹു നസൽക്ക് തകത്തോട് ഞാൻ എല്ലായിടത്തും ഇത് പറയും. നമ്മുടെ സമുദായത്തിൻ്റെ കാര്യം പറയണ്ടേ? പിന്നെ ആരാ പറയത്? നമ്മളല്ലേ പറയണ്ടേ? നമ്മൾ പറയണമല്ലോ ഇത്. അല്ലാഹ് പടച്ചവനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആരോ ഒരു ചെറുപ്പക്കാരൻ പോയി ചോദിച്ചു പോലും, നിങ്ങൾക്ക് ഈ ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ പെണ്ണുങ്ങൾ അടിച്ചു മാറ്റും, ഞങ്ങളുടെ പെണ്ണുങ്ങൾ നിങ്ങൾ അടിച്ചു മാറ്റുമോ? അത് കാണാൻ വല്ലതും കൊള്ളുന്ന സൈസ് വേണ്ടേ അടിച്ചു മാറ്റാൻ? നമ്മളിവിടെ അടിച്ചു മാറ്റി നമ്മൾ ഉള്ള ഇതും കൂടെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിനൊക്കെ നമ്മളിവിടെ കൊണ്ടിട്ട് അടിച്ചു മാറ്റാൻ ആകപ്പാട് കൊള്ളാവുന്ന സാധനത്തിന് അമേരിക്കയിലും ഫ്രഞ്ചിലും കയറ്റി വിട്ടിരിക്കുക. ഈ ബാക്കിയുള്ള സാധനമൊക്കെ ഇവിടെ ഉള്ളത്. ഹയർ എന്തുവാകട്ടെ. എന്തായാലും ബഹുമാനമുള്ള സഹോദരിമാരെ, നമ്മുടെ പരിശുദ്ധമായ ശരീഅത്താണ്. നല്ലപോലെ മനസ്സിലായിക്കോ, നമുക്ക് അള്ളാഹു ചെയ്ത വലിയ നിഅമത്ത് നമ്മൾ മുസ്ലിമുകളായി. അൽഹംദുലില്ലാഹ്. ഓരോ മതക്കാർക്ക് അവരുടെ മതം അനുസരിച്ച് ജീവിച്ചു. നമ്മളതൊന്നും പറയുന്നില്ല, നമ്മൾ അവരെ കുറ്റമൊന്നും പറയില്ല, ഒരിക്കലും കുറ്റം പറയല്ല. മുസ്ലിം പെണ്ണിനെ ഹിന്ദു പെണ്ണിനെ ഒരു മുസ്ലിമാണ് സ്നേഹിച്ചെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ. ഇപ്പോൾ ചുട്ടു കൊന്നുണ്ട് ഒരുത്തന്നെ രാജസ്ഥാനിൽ പ്രേമിച്ചെന്നും പറഞ്ഞിട്ട്, അള്ളാഹു ആലം. അപ്പം നമ്മുടെ എത്ര പെണ്ണുങ്ങൾ പോകുന്നു. അപ്പോൾ അതൊക്കെ ഒരു പ്രേമവും മറ്റു കാര്യങ്ങളുമായിരിക്കും. എന്തുമാകട്ടെ, എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം സഹോദരിമാർ നമ്മൾ മുസ്ലിമീങ്ങളാണ്. അൽഹംദുലില്ലാഹ്. ആസിയ ബീവിയെ കണ്ടോ അള്ളാഹ് സഹായിച്ചത്? മാഷിത്ത ബീവിയെ കണ്ടോ അള്ളാഹ് സഹായിച്ചത്? അവരെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താ? സ്വർഗത്തിലാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പറയുകയല്ല, കണ്ടു, നേരെ കണ്ടു. ആസിയ ബീവിക്ക് വേറൊരു ശ്രേഷ്ഠത ഉണ്ട്, അറിയാമോ? എന്താ അറിയാം, പറയട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമയായ ഖദീജ റളിയല്ലാഹു തആല അന്ന ലോകത്ത് നിന്ന് വിട പറയാൻ ഒരുങ്ങുകയാണ്. ഖദീജ ബീവി മരിക്കാൻ കിടക്കുകയാണ്. ദഖല അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ഫിൽ മൗത്ത്. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തിനോടടുത്ത സമയത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയോട് പറയുകയാണ്, യാ ഖദീജ ഇദാ ലഖീതി ലറായിറകി ഫഖറഈഹിന്ന അസ്സലാം മിന്നി അസ്സലാം. നീ എൻ്റെ തോഴിമാരെ സ്വർഗത്തിൽ കാണുമ്പോൾ എൻ്റെ സലാം നീ അവർക്ക് പറയണേ ഖദീജ. എൻ്റെ സലാം പറയണത് മരിക്കാറായി കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ഖദീജ ബീവിയോട് പറയാണ്, നീ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമ്പോൾ എൻ്റെ സലാം നീ പറയണം എൻ്റെ തോഴിമാരോട്. ഉടനെ ഖദീജ ചോദിക്കുകയാണ്, ഹൽ തസവ്വജത ഖബ്ലി യാ റസൂലല്ലാഹ്, എനിക്ക് മുമ്പ് നിങ്ങൾ വിവാഹം കഴിച്ചിരുന്നോ യാ റസൂലല്ലാഹ്? എനിക്ക് മുമ്പ് നിങ്ങൾ കല്യാണം കഴിച്ചോ നബിയെ? ഞാനല്ലേ ആദ്യത്തെ ഭാര്യ, എനിക്ക് മുമ്പ് നിങ്ങൾ കല്യാണം കഴിച്ചോ? ഉടനെ നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ ഇല്ല ഖദീജ വലാകിൻ സവ്വജനി അല്ലാഹു ആസിയത ബിൻത മുസാഹിം വമറിയം ബിനത ഇമ്രാൻ വകുൽസുമ ഉഖ്ത മൂസ. നാളെ സ്വർഗത്തിൽ എനിക്ക് അല്ലാഹു വിവാഹം കഴിപ്പിച്ചു തരുന്ന 3 മഹദിമാരുണ്ട്. അല്ലാഹു അവരെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരും. ഖദീജ അതിലൊന്ന് ആസിയ ബീവിയെയാണ്. ഭാഗ്യം, ആസിയ ബീവിയെയാണ്. 2 മറിയം ബീവിയെയാണ്. 3 മൂസാ നബിയുടെ സഹോദരിയായ കുൽസുമിനെയാണ്. ഇവര് 3 പേരെയും എനിക്ക് നാളെ അല്ലാഹു സ്വർഗത്തിൽ വിവാഹം കഴിപ്പിച്ചു തരും ഖദീജ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണം എന്നൊക്കെ പറയാറുണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? ഇല്ല ഉസ്താദേ?
പെണ്ണുങ്ങളൊക്കെ ദ്വാരക്കും, പണ്ടത്തെ ഉമ്മമ്മമാരൊക്കെ ദ്വാരക്കും, അല്ലാഹുവേ നബിതങ്ങളെ തൃക്കല്യാണം കാണാൻ തൗഫീഖ് തരണേ അല്ലാ എന്നൊക്കെ പറയാറില്ലേ ദ്വാരക്കുമ്പോൾ അല്ലേ? തൃക്കല്യാണം എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഈ 3 പേരെ നബിതങ്ങൾ കല്യാണം അല്ലാഹു തആല കല്യാണം കഴിപ്പിച്ചെടുക്കും. ഈ 3 പിന്നെ മഹദിമാരെ. അതിൽ ആസിയ റളിയല്ലാഹു അൻഹ ഉണ്ട്, മറിയം ബീവി ഉണ്ട്, കുൽസും ഉഖ്ത മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരിയെയും ഉണ്ട്. ഇനി അതൊക്കെ എന്തിനാണുള്ള ചരിത്രം, അത് വേറെ. നമ്മുടെ വിഷയം അതല്ലല്ലോ. കുടുംബജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വേറെ എങ്ങോട്ടൊക്കെയോ പോയി സംഭവം. വണ്ടി നേരെ ചാവക്കാട്ടേക്ക് പോകേണ്ട വണ്ടി അഴീക്കോടേക്ക് തിരിഞ്ഞു. അതാണ് ഇപ്പോൾ പ്രശ്നം. ഇനി തിരിച്ച് ചാവക്കാട് ഹൈവേയിൽ കൊണ്ട് തിരിച്ച് കയറ്റണം. അപ്പം 3ാമത്തെ വരയിൽ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവച്ചിട്ട് പറഞ്ഞത്? മറിയം ഇബ്നത്ത് ഇമ്രാൻ, മറിയം ബീവി സ്വർഗത്തിലാണ്, മറിയം ബീവി സ്വർഗത്തിലാണ്. എന്താ കാരണം? അതൊക്കെ പഠിക്കട്ടെ. നമ്മുടെ പെണ്ണുങ്ങൾ ആവശ്യമല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഒളിച്ചോടി പോകുന്ന സാധനം പോലെ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഇന്നെങ്കിലും മനം മാറിയാൽ അത്രയായില്ലേ? واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا. ബഹുമാനപ്പെട്ട ഖുർആൻ പറയുകയാണ്, മറിയം ബീവിയുടെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണ്. മറിയം ബീവിയുടെ സന്ദേശ നബിയെ അങ്ങ് അയവിറക്കണേ. എന്താണ് സംഭവം? മറിയം ബീവിയുടെ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ, ജലരഹിതമായ ഒരു പ്രാന്തപ്രദേശത്ത് ഒരു കൂടാരമുണ്ടാക്കിയിട്ട് തനിച്ചു ഒറ്റയ്ക്കൊരു ചെറുപ്പക്കാരിയായ പെണ്ണ് താമസിക്കുകയാണ്. ഉണ്ടോ? ഒറ്റയ്ക്ക്, ആരില്ല. അപ്പോളെ മനസ്സിലാക്കണ്ടേ? അപ്പൊ ആരും വരും അവിടെ? ആരുമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴാണല്ലോ നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ഉണ്ടാവുക, തോന്നുക മനസ്സിൽ. അത് അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ, ബഹുമാനപ്പെട്ട മറിയം ബീവി ഒറ്റയ്ക്ക് അവിടെ താമസിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സുന്ദരനായ പുരുഷന്റെ രൂപത്തില്, മനുഷ്യന്റെ രൂപത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയുടെ കൂടാരത്തിലേക്ക് നിയോഗിക്കുകയാണ്. ഫതമസ്സല ലഹാ ബശറൻ സവിയാ, ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ ലൈനടിക്കാൻ വന്നു. ആര്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മറിയം ബീവിക്ക് അറിയില്ല ജിബ്രീലാണെന്നുള്ള കാര്യം. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് വന്നിട്ട് അസ്സലാമു അലൈക്കും, അങ്ങനല്ലേ നമ്മൾ പെണ്ണുങ്ങളൊക്കെ ഒറ്റയ്ക്ക് പോകും. സലാം പറഞ്ഞുകൊണ്ട് പോകുന്ന പോക്ക് കാണുമ്പോൾ ആ സലാമിൽ അറിയാം കാസറ്റ് വലിയുന്ന പോലൊരു വലിച്ചില്. മറിയം ബീവിയോട് സോപ്പിടാൻ വേണ്ടി മറിയം ബീവി എടുത്ത വായിൽ പറഞ്ഞു, ഖാലത് ഇന്നി അഊദു ബിർറഹ്മാൻ മിൻക ഇൻ കുൻത തഖിയാ. മാറിപ്പോടാ, അല്ലാഹയെ പേടിക്കുന്നവരാണെങ്കിൽ എൻ്റെ മുന്നിൽ മാറിക്കണം. ഞാൻ അല്ലാഹയെ ഭയപ്പെടുന്നവളാണ്, അല്ലാഹുവെ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു. മാറ്. ആളിന്റെ സ്വഭാവമൊക്കെ മാറുന്നെന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ പ്രവാചകനാണ്, ഞാൻ ദൂതനാണ്, ഞാൻ ദൂതുമായിട്ട് വന്നതാണ്. അല്ലാഹു നിങ്ങൾക്കൊരു ആൺകുട്ടിയെ കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന ദൂതനാണ്. നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ ഞാൻ നോക്കിയതാണ്. എനിക്കാണോ? വലം യംസസ്നി ബഷർ വലം അക്കു ബഗിയ, ഞാനൊരു പിഴച്ചോളുമല്ല, എന്നെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടുമില്ല, പിന്നെ എങ്ങനെ എനിക്കിനി ഒരു ആൺകുട്ടി ഉണ്ടാവുക? അതാണ് അള്ളാന്റെ തർത്തീബ്. അള്ളാന്റെ തർത്തീബ് അങ്ങനെയൊക്കെ തന്നെയാണ്. പടച്ചവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവൻ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് മക്കളെ തരും, എങ്ങനെ വേണമെങ്കിലും തരും. അതാണ് അതിൻ്റെ രീതി അങ്ങനെയാണ്. എന്നിട്ട് ടെസ്റ്റ് ട്യൂബ് ശിശു, ആ ശിശു അവിടുന്ന് കുറച്ചെടുത്ത് അവൻ്റെ ഇന്ദ്രിയം കുറച്ച് ഇങ്ങോട്ടെടുത്ത് അവളുടെ ഇന്ദ്രിയം കുറച്ച് ഇങ്ങോട്ടെടുത്ത് രണ്ടും കൂടെ ഒരു ട്യൂബിനകത്താക്കി കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ഐസിട്ട് അത് കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ട് 2 ദിവസം കൊണ്ട് അതിനകത്ത് കുറച്ച് പാലും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് 3ാമത്തെ ദിവസം കുഞ്ഞായിട്ട് പുറത്തേക്ക് വരും. അങ്ങനത്തെ കുറേ സാധനങ്ങളുടെ പേര് ടെസ്റ്റ് ട്യൂബ്, കുഷ് ട്യൂബ് അതൊക്കെ പറയും. ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട മറിയം ബിബി ഒറ്റ ഊത്തിന് വയറ് ഡ്രുമെന്നും പറഞ്ഞ് വീർക്കുകയും ചെയ്ത സംഭവം. കാറ്റ് കയറി വീർത്തല്ല കേട്ടോ, ഒരു ഊത്ത് ഊതിയപ്പോഴത്തേക്ക് ഗർഭിണിയായെന്ന് അർത്ഥം. ഒരു കാറ്റിലൂടെ
മറിയം ബീവിക്ക് അല്ലാഹു തആല ജന്മം നൽകിയെങ്കിൽ ഖാല കദാലിക് ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യൻ. ഇതൊക്കെ അള്ളാഹ്ക്ക് എളുപ്പമുള്ള കാര്യമാണ്. ഇതൊക്കെ അള്ളാഹ്ക്ക് എളുപ്പമുള്ള കാര്യമാണെന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അള്ളാഹ്ക്ക് ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ മറിയം ബീവി ഓടിച്ചു വിട്ടു. അപ്പോൾ ഒരു ഭാര്യ എന്ത് ചെയ്യണം? ഒരു മസല പറഞ്ഞുതരാം. അന്യ സ്ത്രീ മാത്രം താമസിക്കുന്ന വീട്ടിൽ, സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ പുരുഷന്മാരില്ലാത്തപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന് ആ വീട്ടിലുള്ള പുരുഷനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ ഇച്ചിരി ഗൗരവത്തോടുകൂടി സംസാരിക്കണം. അയാൾ ഇവിടെ ഇല്ല, അയാൾ പിന്നെ ചാവക്കാട്ട് കടപ്പുറത്ത് പോയിരിക്കാൻ, നിങ്ങൾ പോയിട്ട് പിന്നെ വൈകിട്ട് വന്ന് വിളിക്കും, പള്ളിയിൽ വാതിന് വരും, അന്നേരം കണ്ടാൽ മതി. എന്തൊരു സാധനടാപ്പാ ഇത്, ഇങ്ങനെ സംസാരിക്കും. ഞാൻ അബൂബക്കർ സാഹിബ് ഉണ്ടോ എന്ന് ചോദിച്ചല്ലേ ഉള്ളൂ, ഇത്ര കടുപ്പിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇച്ചിരി കട്ടിക്ക് പറയുമ്പം മൂപ്പിൽ അവിടെ ചമഞ്ഞ് ഞാൻ നിൽക്കൂല, ചുരണ്ടി നിൽക്കൂല. ഇത് സാധനം വേറെ സാധനമാണ് മോനെ, ഇവിടെ അങ്ങാൻ നിന്നാൽ അടി കൊണ്ട് ഓടേണ്ടി വരും, നമുക്ക് വണ്ടി വിടാന്ന് പറയും. യാ അല്ലാ, പെട്ടെന്ന് വണ്ടി വിട അല്ലേ? അല്ലേ? അതല്ല, ബെല്ലടിച്ച് ക്ലിങ് അടിച്ച് താത്ത ഇറങ്ങി വന്ന്, ആരാ? അബൂബക്കർ. അയ്യോ ഇല്ലല്ലോ, എപ്പോഴും ഇത്രയും നേരം ഉണ്ടായിരുന്നു, നിങ്ങൾ എവിടുന്ന് വരുന്നു? ഞങ്ങൾ ഇച്ചിരി ദൂരം നിന്നാ. അല്ലോ കയറിയിരിക്കും, വെള്ളമെല്ലാം കുടിച്ചിട്ട് പോ. അയ്യോ, വെള്ളവും കുടിച്ച് നമ്പർ മേടിച്ച് വാട്സപ്പ് മേടിച്ച് അവസാനം അമ്മക്ക് പെണ്ണും പിള്ളേ കിട്ടൂല. അവസാനം എൻ്റെ സോപ്പിട്ട് അങ്ങനെ സംസാരിച്ച് ഒറ്റയ്ക്കൊരു പെണ്ണ് മാത്രമുള്ള വീട്ടിൽ എന്തിനാ അന്യപുരുഷനെ വിളിച്ചിരുത്തി വെള്ളം കൊടുക്കേണ്ട ആവശ്യം എന്താ? പോയി കടയിൽ പോയി സോഡ മേടിച്ച് കുടിക്കട്ടെ മനുഷ്യ. നീ ഇപ്പം പിടിച്ച് വെള്ളം കൊടുക്കണോ? അല്ല, എൻ്റെ ഇക്ക വരുമ്പോൾ ദേഷ്യപ്പെടാം, വന്നിട്ട് നീ വെള്ളം കൊടുക്കാത്ത. അങ്ങനെ ദേഷ്യപ്പെട്ടോ പ്രശ്നമൊന്നുമില്ല. എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഭാര്യ എടുക്കുന്നത് എന്ത് അബൂബക്കർ ഉസ്താദ് ഉണ്ടോ? അല്ല, അവള് അയ്യോ ഇല്ല, എവിടുന്നൊരു ഞാൻ അഴീക്കോട് ജെട്ടിന്ന് വരുന്ന എന്നാൽ ഇരിക്കും വെള്ളം കുടി എന്നൊക്കെ പറഞ്ഞാൽ ആ ചങ്ങാതി അവളുടെ നമ്പർ മേടിച്ചുകൊണ്ട് പോയി ഞാൻ വാത് കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ആരും കാണുമല്ലോ സംഭവം. അല്ലേ? പോയില്ല സംഭവം. അത് തങ്ങളുടെ മോളാണ്, തങ്ങളുടെ ഭാര്യയാണ്, ഉസ്താദിൻ്റെ ഭാര്യയാണ്, ഔലിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞില്ല. ഈ അടുത്ത സമയത്ത് ഒരു വാട്സപ്പിൽ ഒരു മൊയിലാർ കരഞ്ഞുകൊണ്ട് പറയുന്നു, പാവ എൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി, ഭയങ്കര വിഷമം. പെരിന്തൽമണ്ണ കേട്ടോ. അല്ലാ, അത് കേട്ട് എനിക്ക് എന്ത് വിഷമായി പോയി റബ്ബേ. ഒളിച്ചോടിപ്പോയി ഒരു ഭാര്യയും ഒരു 11 വയസ്സുള്ള ഒരു മോനും. ഉസ്താദ് പെരിന്തൽമണ്ണ പോയി കിടന്ന് കഷ്ടപ്പെട്ട് പള്ളിയിൽ ജോലി ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇവളുമാർക്ക് മസാല ദോശയും പൂരിയും ഇഡ്ഡലിയൊക്കെ കൊണ്ട് കൊടുത്തതിൻ്റെ അഹങ്കാരം കൊഴുപ്പല്ലേ ഇത്? അല്ലേ? ആ ചങ്ങാതി വലിയ കാര്യത്തിൽ വ്യാഴാഴ്ച ബാഗും ഒക്കെ എടുത്തിട്ട് രാത്രി മസാല ദോശയും മേടിച്ചുകൊണ്ട് പോയതാ. ഇന്ന് രാത്രി ഒരു മഹബത്തും ഒരു സുഹബത്തും ഇന്ന് രാത്രി അമ്മക്ക് ഫൈറ്റാന്നും പറഞ്ഞ് പോയതാ. ആള് ഹിജറ പോയി. സംഭവം എന്തേ സംഭവം? ഇതാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാ. ഞാൻ വലിയ ഗേറ്റൊക്കെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് വീട്ടിൽ. സംഭവം കറണ്ട് അടിക്കും അതിനകത്ത് തുറന്ന. അത് ഞാനിപ്പോൾ അതിരാത്രിയൊക്കെ പോയിട്ട് വരുമല്ലോ സംഭവം. നമ്മുടെ പെണ്ണുങ്ങൾക്ക് മനസ്സ് ചിലപ്പോൾ കാണില്ല, പക്ഷേ ഇത് വശീകരണ ശക്തി ഒരു വല്ലാത്ത ശക്തിയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോൺ വിളിച്ച് ഇടങ്ങാറാക്കി എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് മതി അങ്ങ് വീടാൻ. ഏത് വാക്കെന്നറിയില്ല, അതൊന്ന് കാണാൻ പഠിക്കാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നു സംഭവം. ചില പെണ്ണുങ്ങൾക്ക് ചെറിയൊരു വാക്ക്. അമീന, നിനക്കറിയോളാം അത്? അല്ല, നീ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ട് പരിചയമുള്ള ആളല്ലേ? അപ്പം ഇങ്ങനെ അതങ്ങോട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വീഴും. അങ്ങനെയല്ലേ ഈ പോകുന്നത്. എന്നിട്ട് പറയും, എൻ്റെ വീട്ടിൽ നിന്ന് വാപ്പ സ്നേഹിക്കുന്നില്ല, ഉമ്മ സ്നേഹിക്കുന്നില്ല, എനിക്ക് ആ സ്നേഹം തന്നത് രമേശേട്ടനാണ്, രമേശേട്ടൻ്റെ സ്നേഹം നല്ല സ്നേഹമായിരുന്നെന്ന്. രമേശേട്ടൻ്റെ സ്നേഹം നല്ല സ്നേഹമായിരുന്നു. എന്താ വലിയ സ്നേഹമായിപ്പോയി. ഉപ്പ സ്നേഹിച്ചത്, ഉപ്പ ഇപ്പം രമേശേട്ടനെ സ്നേഹിക്കുന്ന പോലെ ഉപ്പ ഈ 10-13 വയസ്സുള്ള മോളെ പിടിച്ച് സ്നേഹിക്കാൻ പറ്റുമോ? അയ്യോ മോളെ സഫ്ന, ഐ ലവ് യു സഫ്ന എന്നും പറഞ്ഞ് വാപ്പ ഇപ്പം മോളെ പിടിച്ച് വെച്ച് കെട്ടിപ്പിടിച്ചിട്ട് സ്നേഹിക്കാൻ പറ്റുമോ? ഇതാണോ സ്നേഹം? എന്ത് സ്നേഹം ഇത്? പണ്ടാരടങ്ങാൻ ഇവളെ അടിച്ച് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് സ്നേഹിക്കാൻ പറ്റും നമുക്ക്? സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ വാപ്പ അവളെ സ്നേഹിക്കുന്നു, അവളുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു, ഉത്തരവാദിത്തം അവൾക്ക് എന്താ ആവശ്യമുള്ളതെല്ലാം നിറവേറ്റി കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നില്ലേ? പിന്നെ ചെറുപ്പം മുതലേ മോളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം വാപ്പന്മാർ. മോളെ അപ്പച്ചേക്ക് ഉമ്മതാ ഉമ്മ ഐ ലവ് യു, മോളെ പറ ഐ ലവ് യു, സ്നേഹിക്കുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ ഐ ലവ് യു കേട്ട് വളർന്നാൽ കോളേജ് ക്യാമ്പസിൽ പോയിട്ട് ഏതെങ്കിലും ഒരുത്ത ഐ ലവ് യു എന്ന് വിളിച്ചാൽ പേടാ എൻ്റെ വാപ്പ എന്നും പറയുന്ന വാക്ക് ഐ ലവ് യു, എൻ്റെ ഒരു ഐ ലവ് യു, ഒരു പൊളിച്ചൊരു ഐ ലവ് യു പേടാ എന്ന് നിസ്സാരമായിട്ട് തള്ളും. അങ്ങനെ അത് പഠിപ്പിച്ചു കൊടുത്താൽ ചെറുപ്പം മുതലേ അങ്ങനെ ശീലിച്ച് വാപ്പ ആ സ്നേഹം കവർന്നെടുക്കണം. അപ്പം മകളെ സ്നേഹിക്കേണ്ടതിനും ഭാര്യയെ സ്നേഹിക്കേണ്ടതിനും ഉമ്മയെ സ്നേഹിക്കേണ്ടതിനും സഹോദരിയെ സ്നേഹിക്കേണ്ടതിനൊക്കെ അതിനൊക്കെ ഓരോ ദർജകളല്ലേ, അതിനൊക്കെ ഓരോ പദവികളല്ലേ.
മകളെ സ്നേഹിക്കുന്ന പോലെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുമോ? ഭാര്യയെ സ്നേഹിക്കുന്ന മകളെ ചില ഭർത്താക്കന്മാർ ഭാര്യയെ മോളേന്ന് വിളിക്കും. ഏതടിസ്ഥാനത്തിലെ മോളെന്ന് വിളിക്കും? ഏത് വകയിലെ മോളാ അവള്? ഇല്ല ഉസ്താദേ, ഉസ്താദ് വിളിക്കാറില്ലല്ലോ. സ്നേഹം അങ്ങോട്ട് വിടുമ്പോൾ എൻ്റെ മോളെ. ഏത് മോള്? അപ്പം നിന്നെ മറ്റേ മോളോ കൂടെ ഉള്ളതാ? അങ്ങനെ മോളെ ഒന്നും വിളിക്കാൻ പാടില്ല. ഐഷ റളിയല്ലാഹു അൻഹ നബിതങ്ങളെ യാ ബുനയ്യ, എൻ്റെ മോളെ വിളിച്ച ചരിത്രമില്ല. ഐഷ റളിയല്ലാഹു അൻഹ നബിതങ്ങളെ യാ ഹുമൈറ എന്ന് വിളിച്ചിട്ടുണ്ട്. വെളുത്തവളെന്ന്. നല്ല സുന്ദരിയാണ്, നല്ല വെളുത്തവളാണ്. അപ്പോൾ ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു ചെല്ലപ്പേര്, ചക്കരപ്പേര് യാ ഹുമൈറ എന്ന് വിളിക്കാറുണ്ട്. ഹുമൈറ. ഏതെങ്കിലും ഗർഭിണി പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഈ പേരിട്ടോ. പ്രസവിക്കുമ്പോൾ പെണ്ണാണെങ്കിൽ ഹുമൈറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ വിളിച്ച വിളിയാണ് എന്ന് പറഞ്ഞാൽ നല്ല ബൈളാ ഉൽ ബഷറ, നല്ല വെളുത്ത ശരീരമാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വിളിച്ചിരുന്നു. ഖുദൂ മിൻ ശത്രി ദീനിക്കും മിനൽ ഹുമൈറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദീനിൻ്റെ ഒരു ഭൂരിഭാഗം നിങ്ങൾ ഹുമൈറയിൽ നിന്ന് പഠിച്ചോളീൻ എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയിൽ നിന്ന് പഠിച്ചോളീൻ. നല്ല ബുദ്ധിമതിയായിരുന്നു. കാനത്തെ ആഖിലത്തൻ ഹാദത്തൽ മിസാഹ്, നല്ല തമാശക്കാരിയാണ്. ഷദീദത്തൽ ഖളബ്, അതേപോലെ ദേഷ്യക്കാരിയായിരുന്നു. സഹിലത്തൽ ഇഷാറ, ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, പെട്ടെന്ന് മനസ്സിലാക്കും. എന്തെങ്കിലും ഒരു ചെറിയ ഒരു സിഗ്നൽ കിട്ടിയാൽ മതി, ആയിഷ ബീവി ഇത് മനസ്സിലാക്കും. അങ്ങനെയായിരുന്നു ആയിഷ ബീവി. നല്ല ബുദ്ധിമതിയാണ്, വലിയ ബുദ്ധിമതിയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അങ്ങനെ വിളിച്ചിരുന്നു. അങ്ങനെയൊക്കെ വിളിക്കാം. അതല്ലാതെ കണ്ടുള്ള വിളിയുണ്ടല്ലോ, നല്ലതല്ല. വേറെയൊക്കെ വിളിക്കാം, നല്ല ചില പേരൊക്കെ ഇട്ട് വിളിക്കാം. ചക്കരയെന്നോ കരളയെന്നോ ഒക്കെ വിളിക്കാം. പോത്തേന്ന് വിളിക്കരുത്, അത് ശരിയല്ല. അതൊരു പന്ന പരിപാടിയാണ്, പോത്തെ എന്നുള്ള വിളി. അത് നമ്മുടെ മുസ്ലിങ്ങൾ നമ്മുടെ പെണ്ണുമ്പിള്ളമാരെ വിളിക്കുന്നൊരു വിളിയാണ് പോത്തെ, കഴുതേ. വലാ തുഖബ്ബിഹ്, നീ മോശമായ പേര് കൊണ്ട് നിന്റെ ഭാര്യയെ വിളിക്കരുതേ. ഒരു ചരിത്രത്തിൽ ഒരു അച്ചായൻ എഴുതിയ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. 3 പേര് ഫാമിലി, ഒരു ഹിന്ദു, ക്രിസ്ത്യാനി, ഒരു മുസ്ലിം, 3 ഫാമിലികൾ കറങ്ങാൻ പോയി. അങ്ങനെയാണല്ലോ, കറങ്ങാൻ പോകുമ്പോൾ നമ്മളങ്ങനെ മിങ്കിളിങ് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ മതേതരത്വത്തിൻ്റെ ആൾക്കാരാണല്ലോ. അപ്പോൾ ഹിന്ദുവും ക്രിസ്ത്യൻ എല്ലാവരും വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ട് വന്നു ഓരോരോ സാധനങ്ങൾ. ഒരു മരത്തിൻ്റെ ചോട്ടിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് വിളമ്പി വെച്ച് തിന്നാൻ തുടങ്ങി. ഇങ്ങനെ അങ്ങനെ തിന്നുന്ന കൂട്ടത്തിൽ ഒരു ഫാമിലിയിലെ പെണ്ണ് ഭാര്യയോട് ഒരാൾ പറഞ്ഞു, അതിങ്ങെടുക്ക് ചക്കരയെന്ന് പറഞ്ഞു. ഓഹ്, എന്തോ ഇഷ്ടപ്പെട്ട വാക്ക്. രണ്ടാമത്തെ ഫാമിലി പറഞ്ഞു, അതിങ്ങെടുക്ക് എൻ്റെ കരളെന്ന്. കരൾ റോസ്റ്റായിരുന്നു സാധനം. ഈ മുസ്ലിം ഇരിക്കുന്ന പോത്ത് മിണ്ടുന്നില്ല, ഇന്നിരിക്കാൻ തിന്നല്ലേ. ഇതിങ്ങോട്ട് ഇപ്പം ഇടയ്ക്ക് ഇങ്ങോട്ട് പറഞ്ഞു, എന്തൊരു മനുഷ്യനാ, അതെൻ്റെ ചക്കരയെന്നും കരളയെന്നൊക്കെ വിളിക്കുന്നിട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വിളിച്ചൂടെ, എന്നാൽ ബീഫിങ്ങോട്ട് പോത്തെ. അപ്പം വിളിച്ചില്ലേ? ഇതല്ലേ നമ്മുടെ പെണ്ണുങ്ങളെ നമ്മളെ വിളിക്കുന്ന വിളി, പോത്തെ, എരുമ, കഴുത. കഷ്ടം. റസൂലുള്ളാഹി പറഞ്ഞു, വലാ തുഖബ്ബിഹ, അവൾക്കിഷ്ടമില്ലാത്ത ഒരു വാക്കുകൊണ്ട് അവളെ വിളിക്കരുത്. വിധങ്ങൾ എത്ര നല്ല പേരിട്ടാണ് വിളിച്ചേ. അപ്പം നമുക്ക് അവളെ അങ്ങനെ വിളിച്ചുകൂടെ? അങ്ങനെ ഒരു നല്ല വാക്കിട്ട് അവരെ വിളിച്ചുകൂടെ? അതല്ലേ നല്ലത്. ദേഷ്യം പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി പെണ്ണുങ്ങളൊക്കെ ഒന്ന് ശ്രമിക്കണം. അപ്പോൾ നല്ല വിളിയൊക്കെ വരും. അല്ലെങ്കിൽ വേറെ വിളിയുണ്ടല്ലോ, ഇപ്പോഴത്തെ മോഡൽ വിളികൾ, ആ വിളികളായിരിക്കും അടുത്തത് വരുന്നത്. അതുകൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. ഭാര്യമാർ ഭർത്താക്കന്മാരുടെ അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഭർത്താക്കന്മാർ ദേഷ്യപ്പെടാനുള്ള കാരണം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ഭാര്യമാർ പ്രവർത്തിക്കണം. എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നത്, അത് മനസ്സിലാക്കണം ഭാര്യ. കൃത്യമായിട്ട് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഇക്കാക്ക് ദേഷ്യം ഉണ്ടാവും. സമയത്തിന് വിളമ്പി വെച്ചേക്കണം. എൻ്റെ ഇക്ക ജോലി കഴിഞ്ഞ് വരുമ്പോൾ മോരും വെള്ളമാണ് ആൾ കുടിക്കുക. അത് കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം ഉണ്ടാവും, പ്രഷർ കയറും. 170, അത് സാധാരണ കുഴപ്പമില്ല. ഒരു 350 ചാടി അങ്ങോട്ട് കയറും. അപ്പോഴേ മോരും വെള്ളം റെഡി. ഇക്ക എന്ന് വിളിച്ചാൽ മോരും വെള്ളം അവിടെ റെഡി. വസ്ത്രമൊക്കെ കഴുകി റെഡിയാക്കി വെച്ച് കൊടുക്കണം കൃത്യസമയത്ത്. അപ്പോൾ ചില പെണ്ണുങ്ങൾ ചോദിക്കും, പിന്നെ വസ്ത്രം കഴുകരുതെന്ന് ഉസ്താദന്മാർ പ്രസംഗിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ജോലി അതല്ല, പെണ്ണുങ്ങളുടെ ജോലി വസ്ത്രം കഴുകലല്ല, ഭക്ഷണം വിളമ്പി കൊടുക്കലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ ഉസ്താദെ വസ്ത്രം കഴുകി കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അത് പറഞ്ഞു കൊടുക്കേണ്ട മസല. എൻ്റെ വസ്ത്രമൊക്കെ എൻ്റെ ഭാര്യ കഴുകി തരുന്നത്, അതിനനുസരിച്ച് പൈസയും ചോദിച്ചു വാങ്ങും കേട്ടോ, അത് വിഷയം വേറെ. പെണ്ണുങ്ങൾക്ക് എത്ര പൈസ കൊടുത്താലും മതിയാവില്ല, എത്ര പൈസ കൊടുത്താലും മതിയാവില്ലല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ കൊടുക്കുന്ന എത്ര പൈസ ആയാലും എത്ര സദഖായാലും ഭാര്യയ്ക്ക് കൊടുക്കുന്നത് വലിയ കൂലിയാണ്. കൊടുക്കാത്ത ഭർത്താക്കന്മാരുടെ കീശയിൽ നിന്ന് അടിച്ചു മാറ്റാൻ അനുവാദമുണ്ട്. ഹദീസ് ഓതട്ടെ? ഓതണോ? അത് ഹദീസ് ആകപ്പാട് 150 രൂപയുള്ള ആ പേഴ്സിൽ അതിന്നെങ്ങാണ് ഈ ഹദീസും കേട്ട് രാത്രി അവിടെ കൊണ്ട് തൂക്കിയിട്ടാൽ ഇവൾ രാത്രി പോയിട്ട് അടിച്ചു മാറ്റിയാൽ രാവിലെ വട്ടച്ചെലവിന് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ കാണുകയില്ല സംഭവം. ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യ
അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ. അബിയെ 12:40 ആവാൻ പോകുന്നു, 11:40. അതിന് ബക്കറ്റ് രൂപമൊക്കെ ഉണ്ടാവും, അതെല്ലാം എടുത്തോ. 12 മണിക്കൂറിൽ അങ്ങനെ പ്രസംഗിക്കുക, എന്നാൽ തന്നെ സമയം ഒരുപാടായില്ലേ. എൻ്റെ പടച്ചോനെ ഇരുത്തിരിക്കുന്ന കണ്ടിട്ട് ഇന്നൊന്നും പ്രസംഗം നിർത്തുന്ന ലക്ഷണം തോന്നുന്നില്ല. ഇന്നലെ എത്ര മണിക്കാണ് തീർന്നത്? 12 മണിയായി. 12 മണി. എല്ലാവരും നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ അറിയാലോ. ഇൻഷാ അല്ലാഹ് പിരിക്കാൻ സമയമില്ല, നാളെയൊക്കെ പൈസ കൊണ്ട് കൊടുക്കണം. മുസ്ലിം പറഞ്ഞു എല്ലാവരും കാര്യമായിട്ട് ബക്കറ്റിൽ ഒരു 2000 രൂപ വെച്ചിട്ട് എല്ലാവരും ഇടും. എല്ലാവരും കാര്യമായ നിലയിൽ ഇടണം, എല്ലാവരും പൈസ ഒക്കെ പിരിക്കണം ഇൻഷാ അല്ലാഹ് കേട്ടോ. വലിയ വലിയ ആളുകളാണ് മാഷാ അല്ലാഹ്, ഭയങ്കര ചെങ്കീരികളാണ് അവിടെ പ്രസംഗിക്കാൻ പറ്റുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ കളവൻ. എല്ലാം ഭയങ്കര സാധനങ്ങളാണ്, വിരലൊക്കെ ചൂണ്ടി പേടിപ്പിക്കുകയാണ്. അപ്പം വലിയ വലിയ സാധനങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവരൊക്കെ നല്ല അഗ്രഗണ്യരാണ്, നല്ല പ്രഭാഷകരാണ്. നല്ല നാളെ സിറാജ് ഖാസിമി പിരിവെന്ന് പറഞ്ഞാൽ ഓപ്പിലാൻ്റെ പിരിവില്ലെങ്കിൽ പ്രസംഗം റാഹത്താവില്ല, നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നല്ല റാഹത്തായിട്ട് വാദം പറഞ്ഞൊരു നല്ല പിരിക്കുകയും ചെയ്യും. പിന്നെ കബീർ വാക്കവി, പിന്നെ അൽഹംദുലില്ലാ കുമ്മന ഉസ്താദ് പിരിക്കുമെന്ന് തോന്നുന്നില്ല അല്ലയോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വാദ് പറഞ്ഞുതരാം, നിങ്ങൾ നാളെ കാര്യമായിട്ട് ഒന്ന് സഹകരിക്കണം കേട്ടോ. എനിക്ക് വലിയ സന്തോഷമുണ്ട്, കാരണം ഇവിടെ 72 പെണ്ണുങ്ങളെയാണ് ഈ വർഷവും കൂടെ ആവും. 76 ഭയങ്കര സംഭവം തന്നെയാണല്ലോ അബീവേ. 11 പേരാണ് ഇതിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നത്. എന്നാലും എല്ലാ മതക്കാരും എല്ലാ സംഘാടകരും സംഘടനകളും എല്ലാം ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നു എന്നും കൂടെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. 11 പേര്. ഇനി റായിത്തു അഹദ അഷറ കൗക്കബ, യൂസുഫ് നബി കണ്ട സ്വപ്ന, അത് 11 നക്ഷത്രത്തെ ഞാൻ കണ്ടു. അത് വലിയ സംഭവമായി മാറിയില്ല ആ രാജ്യത്ത്, ആ നാട്ടിൽ വലിയ സംഭവമായി മാറി. അതേപോലെ ഈ അഴീക്കോട് വലിയ സംഭവമായി മാറിയിരിക്കുകയാണ് ഈ 11 പേര്. അവരുടെ കഴിവെന്നല്ല അതിൻ്റെ അർത്ഥം, നിങ്ങളുടെ എല്ലാവരുടെയും കഴിവാണ്. അതിനകത്ത് മുഹരിക്ക് വേണ്ടേ, ഇതിനുവേണ്ടി പരിശ്രമിക്കാൻ ആളുണ്ട്. എല്ലാവരും പോലെ കേട്ടോ, അവിടെ ഇരുന്നോട് പ്രസംഗമുണ്ട്, സംഭവമുണ്ട്. എന്നാലും 12 മണി വരെ സമയമുണ്ട്, അതുവരെ എന്തായാലും പ്രസംഗിക്കാം, കുഴപ്പമില്ല. അൽഹംദുലില്ലാ വിഷയം അങ്ങോട്ട് കയറിയില്ലല്ലോ, പറഞ്ഞു തീർന്നില്ലല്ലോ. എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ വന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് ആദ്യത്തെ ഒരു വർഷം കണ്ട് 5 വർഷം മുമ്പ് എന്നെ വിളിച്ചതാണ്. പിന്നെ നമ്മുടെ പ്രസംഗം കൊള്ളൂല എന്ന് പറഞ്ഞ് ഇവർ നമ്മളെ വിളിച്ചില്ല. പിന്നെ ഇപ്പോൾ എന്നെ എന്ത് കൊള്ളാൻ, അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ നിർത്തി. ഇപ്പോൾ ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെറിയ തോതിലുള്ളൊരു നസീഹത്ത് മാത്രമാണ്. പെണ്ണുങ്ങളുമാരെന്തോന്നും ഇടാത്തത്, ബക്കറ്റയാൾ കുടഞ്ഞുകൊണ്ട് പോകുന്നതല്ലാതെ ആരും ഒന്നും ഇടുന്നില്ലല്ലോ. എൻ്റെ പൊന്ന് സഹോദരിമാരെ ഒന്ന് സഹായിക്കുക എല്ലാവരും, ദ്വാരക്കല്ല നമ്മൾ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ആഫിയത്ത് തരട്ടെ, ദീർഘായുസ്സ് തരട്ടെ, വിഷമങ്ങൾ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരട്ടെ. എല്ലാവരും കാര്യമായ നിലയിൽ സഹായിക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. നാളെ ഓരോ പവൻ നിയത്ത് ചെയ്ത് കൊണ്ടുവന്ന് സിറാജ് ഉസ്താദിനെ ഏൽപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അദ്ദേഹം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ലേ ഉസ്താദ്? കണ്ടോ? കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നുണ്ടോ? അയാളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ നിങ്ങൾ തുടർച്ചയായിട്ട് 3 പ്രാവശ്യം വിളിച്ചേ അല്ലേ? നമ്മളെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ലേ ഇപ്പോൾ ആരെയും കിട്ടിയില്ല ഈ ഡേറ്റിൽ. അപ്പോൾ എന്നെ ഒപ്പിച്ച് ഇടയ്ക്ക് തിരികെ കയറ്റിയതാ സാധനം. ഞാൻ പിന്നെ അങ്ങ് തിരികെ കയറാൻ തയ്യാറാണ്. അവിടെ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും, ഞാൻ തയ്യാറാണ്. എനിക്കൊരു ഡേറ്റ് കൊണ്ട് ഒഴിവുണ്ടെങ്കിൽ അൽഹംദുലില്ലാ പോയി ഇത്തിരി ദീൻ പറഞ്ഞു കൊടുക്കാൻ വലിയ ആഗ്രഹവും താല്പര്യവും, അതൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്ക് തന്നെ വലിയ ജാട കാണിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇതൊക്കെ ജാട കാണിക്കാൻ എവിടെ പോകാൻ? എന്തായാലും സ്വർഗത്തിലോട്ട് പോകാനുള്ള നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തി, എവിടെയായിരുന്നു ഉസ്താദേ? എവിടെയോ പറഞ്ഞു നിർത്തിയായിരുന്നല്ലോ വിഷയം. അത് പറഞ്ഞു 4 വരെയും പറഞ്ഞു കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞു. വരയെല്ലാം വരച്ചിട്ട് എത്ര സമയമായി. മറിയമ്പിയുടെയൊക്കെ പോയ ഹബീബേ, ചരിത്രമെല്ലാം എപ്പോഴോ കഴിഞ്ഞ്. ബിസ്മില്ലാഹിർ റഹ്മാൻ. ഇച്ചിരി വെള്ളം എവിടെ നിന്ന് എടുത്തേ? ചൂടുവെള്ളം. ഈ പൊടിയൊന്നുമില്ലാതെ കുറച്ച് വെള്ളം അതിനകത്ത്. അപ്പം ഭർത്താക്കന്മാരുടെ അവസ്ഥകൾ മനസ്സിലാക്കണം. അതല്ലേ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ പോകാന്നുള്ളത്. മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് നമ്മൾ അവരവരുടെ ഭർത്താവിൻ്റെ അവളുടെ ഏത് രീതിയിലാണ് അദ്ദേഹം നമ്മളോട് ദേഷ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ നമ്മൾ ആ ഭാഗം ക്ലിയറായി. അതാണ് ഒരു കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമായ വഴി അതാണ്. അപ്പോൾ വസ്ത്രങ്ങൾ കഴുകിത്തരലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആരാ ചെയ്യേണ്ടത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരുമമകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, അലി റളിയല്ലാഹു അൻഹു, രണ്ടുപേരും ചരിത്രം അതന്നെ മനസ്സിലായി. അല്ല പറഞ്ഞ അബീവേ, ഞാനതൊക്കെ വെച്ചിട്ട് ഓർമ്മയുണ്ട്. അല്ല നിങ്ങൾക്കൊക്കെ ശ്രദ്ധയുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ എത്ര വർഷങ്ങളായിട്ട് പറയല്ലേ, ഇതൊക്കെ ശ്രദ്ധയുണ്ടോയെന്ന് അറിയാൻ വേണ്ടി. എന്താ ബക്കറ്റിലൊന്നും ഇല്ലേ?
ഇത്രയും പേരായിട്ടൊന്നും ഇല്ലേ? ഇന്നലെ ബക്കറ്റ് എത്ര കിട്ടി അബീവേ? ഇന്നലെ ബക്കറ്റ് 30,000, 35, 55 കിട്ടും അല്ലേ? അൽഹംദുലില്ലാ, ആവട്ടെ, ഖൈർ. നാളെ നിങ്ങൾ പിരിച്ചോളല്ലോ അല്ലയോ? അതൊക്കെ നടക്കും. പ്രസംഗിച്ചാൽ മതി. അത് തന്നെ, അൽഹംദുലില്ലാ. ഹബീബ് വല്ലതൊക്കെ വീണോ അതിനകത്ത്? ലോട്ടറി ടിക്കറ്റ് ഒന്നും ഇല്ലല്ലോ. ചിലവറിയാൻ പാടില്ലേ, ഒരു പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി 1 കോടിയുടെ ലോട്ടറി ടിക്കറ്റ് അവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കേണ്ടി വരും. കാരണം ബക്കറ്റ് പൈസ ഇട്ടവർക്കൊക്കെ ഇതൊരു പൈസ അല്ലേ സംഭവം. അൽഹംദുലില്ലാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ, ഹിന്ദം ബിൻത ഉത്ബയുടെ മോള ഹിന്ദ് റളിയല്ലാഹു അൻഹ. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ വന്നിട്ട് പറയാൻ, യാ റസൂലല്ലാഹ് ഇന്ന അബാ സുഫിയാന റജുലുൻ ഷഹീഹ്.